സഹകരണ ബാങ്ക് നിക്ഷേപം തിരികെ നൽകാത്തതിന് പിന്നാലെ പത്തനംതിട്ട കോന്നിയിൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന വാർത്തയാണ് വരുന്നത്. പയ്യനാമൺ സ്വദേശി ആനന്ദനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബാങ്കിന് മുന്നിലെ കുത്തിയിരിപ്പ് സമരത്തിന് പിന്നാലെയാണ് ആത്മഹത്യാ ശ്രമം. ആനന്ദന് കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ആനന്ദൻ കഴിഞ്ഞ ദിവസം ബാങ്കിൽ വന്ന് പലിശ വാങ്ങിയെന്നും വായ്പാ തിരിച്ചടവ് ഇനത്തിൽ ബാങ്കിന് പണം ലഭിക്കാനുണ്ടെന്നും സെക്രട്ടറി വിശദീകരിക്കും. ഒന്നും പറഞ്ഞില്ല. ഇന്നലെ വന്നു പലിശ ചോദിച്ചു, പലിശ കൊടുത്തു പോയി. അല്ലാതെ വേറെ ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ വിഷമമായിട്ടുള്ളതോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സമാധാനപരമായിട്ടാണ് പോയത്. പൈസ മേടിച്ചു, അന്നേരം പോയി. വേറെ ഒന്നും സംസാരിച്ചില്ല. 6 മാസം മുമ്പാണ് വന്നത്. അതിനുശേഷം പിന്നെ ഭരണസമിതി സംസാരിച്ച് ധാരണയിലെത്തി അങ്ങനെ പോയതാ. റിന്യൂ ചെയ്തിട്ടേക്കോ FD. പിന്നെ മന്ത്ലി പലിശ കൊടുക്കും. നമുക്ക് ഒന്നിച്ച് വലിയ എമൗണ്ടായിട്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ നമ്മളെല്ലാവർക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ പുള്ളി അത് മനസ്സിലാക്കി അങ്ങനെ റിന്യൂ ചെയ്തിട്ടേക്കോ എമൗണ്ട്. നമ്മൾ മന്ത്ലി പലിശ കൊടുക്കുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, പലിശ നൽകിയെന്ന് പറയുമ്പോൾ പോലും ഈ ആനന്ദൻ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിയിരുന്നത് ഈ ബാങ്ക് അധികൃതർക്ക് അറിവുള്ളതല്ലേ? എന്താണിപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്? ബാങ്ക് അധികൃതരുടെ വിശദീകരണം എന്താണ്? വിനീത, ആനന്ദൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അല്പസമയം മുമ്പ് നമ്മോട് ടെലിഫോണിൽ പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത് തൻ്റെ പിതാവ് 11 ലക്ഷത്തോളം രൂപ നിക്ഷേപം ഈ കോന്നി ബാങ്കിൽ, സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു. അതിൽ 1.5 ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ തിരികെ ലഭിച്ചിട്ടുണ്ട്. ബാക്കി 10 ലക്ഷത്തോളം രൂപയാണ് ഇനി കിട്ടാനുള്ളത്. പക്ഷേ ഈ പണം തിരികെ ലഭിക്കാത്തതിൽ തൻ്റെ പിതാവിന് വളരെയധികം മനോവ്യഥ ഉണ്ടായിരുന്നു. ഇന്നലെ ബാങ്കിൽ പോയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം ഗുളിക അമിതമായി കഴിച്ചു എന്നാണ് മകൾ പറയുന്നത്. പിന്നീട് ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. പണം ലഭിക്കാത്തതിലുള്ള വിഷമം തന്നെയാണ് പിതാവ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയതെന്നാണ് മകൾ പറയുന്നത്. അതേസമയം കോന്നി റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം ആനന്ദൻ അവിടെ എത്തിയിരുന്നു. പലിശ ഇനത്തിലുള്ള തുക വാങ്ങി മടങ്ങിപ്പോയിരുന്നു. അവിടെ വെച്ച് ആനന്ദനും ബാങ്ക് അധികൃതരും തമ്മിൽ കലഹങ്ങളോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പലിശ വാങ്ങിയ ശേഷം തിരികെ പോയി എന്ന് തന്നെ പറയുന്നു. 10 ലക്ഷത്തോളം രൂപ ആനന്ദിന് കൊടുക്കാനുണ്ടെന്ന് ബാങ്ക് അധികൃതരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പലിശ മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ബാങ്കിന് വായ്പ അടവ്, തിരിച്ചടവ് ഇനത്തിൽ പല ആളുകളിൽ നിന്നും തുക ലഭിക്കാനുണ്ട്. അങ്ങനെ ബാങ്ക് ഇപ്പോൾ അല്പം പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും പണം കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ബാങ്ക് അധികൃതരും നൽകുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.